നൊന്ത് പ്രസവിച്ചപ്പോൾ പോലും ആ അമ്മ ഇത്രയും വേദന അനുഭവിച്ചിട്ടുണ്ടാകില്ല. സ്വന്തം മകനെ ക്രിമിനൽ സംഘങ്ങൾ വടിവാൾ കൊണ്ട് വെട്ടി നുറുക്കിയത് നേരിൽ കണ്ടതിൻ്റെ നടുക്കം ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല. ഒരമ്മയുടെ നെഞ്ചു പൊട്ടിയുള്ള കരച്ചിൽ തിരുവനന്തപുരം വഞ്ചിയൂരിൽ ഇപ്പോഴും മുഴങ്ങുന്നുണ്ട്. വിശാഖിനെ വെട്ടി വീഴ്ത്തിയപ്പോൾ ആദ്യം ഓടിയെത്തിയത് മാതാവ് ശൈലയാണ്. മകൻ വെട്ടേറ്റ് കിടക്കുന്നത് കണ്ട് അമ്മ അലറിക്കരഞ്ഞെങ്കിലും ആരും എത്തിയില്ല. തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി വിശാഖിനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു. വഞ്ചിയൂരിൽ യുവാവിനെ പട്ടാപ്പകൽ വെട്ടിക്കൊലപ്പെടുത്തിയതിന് കാരണം മുൻ വൈരാഗ്യം തന്നെയെന്ന് പോലീസ് ഉറപ്പിക്കുന്നു. അറസ്റ്റ് രേഖപ്പെടുത്തിയ 4 പ്രതികളെയും മജിസ്ട്രേറ്റിന് മുൻപാകെ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. വിശാഖിനോടുള്ള മുഖ്യപ്രതി പ്രദീപിന്റെ വ്യക്തിവൈരാഗ്യത്തെ തുടർന്നാണ് കൊലപാതകം ആസൂത്രണം ചെയ്തതെന്ന് വ്യക്തമാക്കിയ പ്രതികൾ കുറ്റം സമ്മതിച്ചതായും ശംഖുമുഖം അസിസ്റ്റന്റ് കമ്മീഷണർ അറിയിച്ചു. ചമ്പക്കട സ്വദേശി പ്രദീപാണ് കേസിലെ മുഖ്യപ്രതി. ഇയാളാണ് കൊലപാതകം ആസൂത്രണം ചെയ്തത്. മുൻപ് വിശാഖ് ഇയാളെ വെട്ടിപ്പരിക്കേൽപ്പിച്ചതിനുള്ള പ്രതികാരമായാണ് കൊലപാതകം നടത്തിയതെന്നും അസിസ്റ്റന്റ് കമ്മീഷണർ പ്രതികരിച്ചു. അതിലെ ഒന്നാം പ്രതി പ്രദീപ് എന്നറിയപ്പെടുന്നയാളാണ്. ഈ ആളും ഈ കൊല്ലപ്പെട്ട വിശാഖും തമ്മിൽ മുൻവിരോധം ഉണ്ടായിരുന്നു. മാത്രമല്ല അവർ അയൽവാസികളാണ്, ബന്ധുക്കളാണ്. വസ്തുതർക്കത്തിൽ തുടങ്ങിയ ഒരു ക്ലാഷാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത്. മുൻവിരോധവും ഈ തർക്കം ഇന്നലെ എങ്ങാണ്ട് 2 ദിവസത്തിന് മുമ്പ് ഇയാളുടെ ബന്ധുവായിട്ട് എന്നിട്ട് ചെറിയ വാക്ക് തർക്കം ഉണ്ടായി. അതാണ് സഡൻ പ്രൊവോക്കേഷൻ എന്നാണ് അന്വേഷണത്തിൽ മനസ്സിലായത്. പ്രതികൾ കസ്റ്റഡിയിലുണ്ട്. കൂടുതൽ അന്വേഷണം നടന്നു വരികയാണ്. പാൽക്കുളങ്ങരയിൽ പതിയിരുന്നാണ് സംഘം വിശാഖിനെ ആക്രമിച്ചതെന്ന് വ്യക്തമാക്കുന്ന CCTV ദൃശ്യങ്ങളും പുറത്തുവന്നു. അതിർത്തി തർക്കത്തെ തുടർന്ന് കഴിഞ്ഞ ഡിസംബറിൽ വിശാഖ് പ്രദീപിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ചിരുന്നു. ഈ കേസിൽ റിമാൻഡിലായിരുന്ന വിശാഖ് ജാമ്യത്തിലിറങ്ങിയതിന് പിന്നാലെയാണ് പ്രദീപ് കൂട്ടാളികളുമായി എത്തി പകപോക്കിയത്. പ്രതികളെ സ്ഥലത്തെത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടപടികൾ പൂർത്തിയാക്കി. ന്യൂസ് 18 തിരുവനന്തപുരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.